ഈ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ പോക്രോവസ്ക്, ബാറ്റിൽ ഓഫ് പോക്രോവസ്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം അതാണ് ഇപ്പോൾ നിലവിൽ ചർച്ചാ വിഷയം. റഷ്യയുടെ ബാറ്റിൽ ഓഫ് പോക്രോവസ്ക്. ഈ പോക്രോവസ്ക് ആണ് ഇത്രയും കാലം ഈ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ യുദ്ധം ഇത്രയും നാളും നീണ്ടുപോകാൻ ഇടയായത്. അപ്പോൾ ആ പോക്രോവസ്ക് ഇന്ന് വീണിരിക്കുന്നു. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പോക്രോവസ്കിൻ്റെ 70% സ്ഥലം റഷ്യ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത്രയും കാലം ഉക്രൈൻ എങ്ങനെയാണ് ഈ പോക്രോവസ്കിനെ പ്രിവെൻറ്റ് ചെയ്ത് നിന്നിരുന്നത്? അത് റഷ്യയുടെ ഫ്രണ്ട് ലൈൻ മൂവ് എന്നുള്ള ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് ലൈൻ മൂവിനെ തടഞ്ഞിരുന്ന ആ ഒരു ഏരിയയാണ് ഈ പോക്രോവസ്ക്. അപ്പോൾ ഈ പോക്രോവസ്കിൻ്റെ തൊട്ട് മുകളിലൊരു സ്ഥലമുണ്ട്. ഈ പോക്രോവസ്കിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മിർനോഹാഡ് എന്നാണ്. ഈ മിർനോഹാഡ് എന്ന് പറഞ്ഞ സ്ഥലം വളരെ വളരെ നിർണായകമാണ്. അപ്പോൾ റഷ്യ ഇപ്പോൾ ഈ ഇടയായിട്ട് ഈ മിർനോഹാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ബാറ്റിലുകൾ അയക്കുകയും കൂടുതൽ ബറ്റാലിയൻസിനെ അയക്കുകയും അവിടുത്തെ സ്ഥലം പിടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇവിടെ ഉക്രൈനിൽ സോൾജേഴ്സ് കുറവാണ്. ഉക്രൈനിൽ നിന്നും ഏതാണ്ട് ലക്ഷക്കണക്കിൽ ഈ യുവാക്കൾ അവരുടെ നാട് വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് യുദ്ധമുഖത്തേക്ക് ഇറങ്ങാൻ വയ്യ. ഇത് നമ്പർ 1. അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോക്രോവസ്കിൽ ഒരുപാട് ഓവർ കോൺഫിഡൻസ് ആയി സെലൻസ്കി. കാരണം കുറേ നാളുകൊണ്ട് നമ്മളിവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യ ഈ ഏരിയയിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കത്തില്ല, ഈ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ, ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഉക്രൈനെ ഈ അവസ്ഥയിലേക്ക് നയിച്ചത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഈ മിർനോഹാഡ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ സൈഡിലാണ്, ഈ പോക്രോവസ്ക് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സൈഡിലാണ്. ഈ പോക്രോവസ്ക് കഴിഞ്ഞാൽ പിന്നെ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റഷ്യൻ സേനകൾക്ക് ഇരച്ചു കയറി വരാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു കളി. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാലം ഉക്രൈൻ എങ്ങനെയാണ് റഷ്യയെ പ്രിവെൻറ്റ് ചെയ്തിരുന്നത്, റഷ്യയുടെ ഡ്രോണുകളെ പ്രിവെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റീൽ മെറ്റൽ വലകൾ കൊണ്ട് നെറ്റ് അടിച്ചിരിക്കുകയാണ് റോഡുകളിൽ. ഉക്രൈൻ്റെ മിലിറ്ററി കോൺവോയ്സ് എല്ലാം ഇതിന്റെ ഉള്ളിലൂടെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് റഷ്യൻ ഡ്രോണുകൾക്ക് അത്ര എളുപ്പത്തിൽ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ടാക്ടിക്സിലൂടെയാണ് ഉക്രൈൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏതാണ്ട് 54 കിലോമീറ്ററോളം ഉക്രൈൻ ഈ ഒരു ബോർഡർ ഏരിയയിൽ, പ്രത്യേകിച്ച് പോക്രോവസ്ക് അതേപോലെ ഈ മിർനോഹാഡ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ബാറ്റിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചത്. ഇതുകൊണ്ടാണ് ഉക്രൈൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പക്ഷേ റഷ്യ ആണെങ്കിൽ ഒരു 2 വട്ടം ഒരു മിസൈൽ ആക്രമണം നടത്തിയിട്ട് ഈ നെറ്റ് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 2 സ്ഥലങ്ങളിലാണ് അവർ ആക്രമണം നടത്തിയത്. പക്ഷേ റഷ്യ പിന്നീട് കൂടുതൽ എഫക്റ്റീവായിട്ട് ഈ സ്റ്റീൽ നെറ്റുകളെ ഫോക്കസ് ചെയ്തുള്ള ആക്രമണം നടത്തിയില്ല. റഷ്യ മേജറായിട്ടും ടൗണുകൾ, വലിയ വലിയ സിറ്റികൾ ക്യാപ്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കുറേ നാളത്തെ ടൈം എടുത്തിട്ടാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഇടയിൽ റഷ്യയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത്, ഈ പോക്രോവസ്ക് നഗരം കൈക്കലാക്കിയിരിക്കുന്നത്. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ മൂവ്മെൻ്റ് ആണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഉക്രൈൻ വളരെ സേഫായിട്ട് തന്നെയാണ് ഒരു 51 മുതൽ 55 കിലോമീറ്ററോളം ഈ സ്റ്റീൽ നെറ്റ്വർക്ക്, ഈ സ്റ്റീൽ നെറ്റ് വലയടിച്ച് വളരെ സേഫായിട്ട് റെയിൽ നെറ്റ്വർക്ക് അതേപോലെ ഈ റോഡ് മാർഗ്ഗങ്ങളെല്ലാം തന്നെ കവർ ചെയ്താണ് കാര്യങ്ങളൊക്കെ ഇത്ര നാൾ മുന്നോട്ട് നീക്കിയത്. പക്ഷേ എന്നാലും അതിപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം. കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മഞ്ഞുകാലമാണ്, അതായത് വിന്റർ വരാൻ പോകുന്ന സമയത്ത് റഷ്യ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡോമിനേറ്റഡ് മൂവ് ആണ് നടത്തിയിരിക്കുന്നത്. ഈ മിർനോഹാഡ് എന്ന് പറഞ്ഞ സ്ഥലം റഷ്യ ഓൾറെഡി തന്നെ അവിടെ അവരുടെ ഡോമിനേഷൻ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിർനോഹാഡിലേക്ക് റഷ്യ മൂവ് ചെയ്യുന്നതനുസരിച്ച് കുറേ സോൾജേഴ്സിനെ പോക്രോവസ്കിൽ നിന്നും ഈ മിർനോഹാഡിലേക്ക് ഉക്രൈൻ മാറ്റി സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റഷ്യയെ മിർനോഹാഡ് ക്യാപ്ചർ ചെയ്യുന്നതിൽ നിന്നും തടയാൻ വേണ്ടിയിട്ട്. കാരണം എന്തായാലും വരാൻ പോകുന്നത് മഞ്ഞുകാലമാണ്. അപ്പോൾ റഷ്യ കൂടുതൽ ഉയരം കൂടിയ സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉക്രൈനിലെ സെലൻസ്കി ഈ ഒരു നീക്കം നടത്തിയത്. പക്ഷേ ഇങ്ങനൊരു നീക്കം, ഈ മഞ്ഞുകാലം വരുന്നതിന് മുമ്പ് ഉക്രൈൻ ഇങ്ങനൊരു നീക്കം നടത്തുമെന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞ റഷ്യ ഈ പോക്രോവസ്കിൽ നിന്നും ഈ ബാറ്റിൽ മാറുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോക്രോവസ്കിലേക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പോക്രോവസ്കിനെ റഷ്യ കീഴ്പ്പെടുത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ മിർനോഹാഡ് എന്ന് പറഞ്ഞാൽ അവിടെയും റഷ്യക്ക് ഡോമിനേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ മിർനോഹാഡിൽ ഡോമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന കാർക്കീവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ റഷ്യ ശക്തമായ രീതിയിൽ അവരുടെ ഡോമിനേഷൻ, ആധിപത്യം ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന ഒരു 2-3 മാസത്തേക്ക് ഒരു രീതിയിലുള്ള ബാറ്റിൽ മൂവ്മെൻറ്റ് നടക്കാൻ പോകുന്നില്ല. കാരണം മഞ്ഞുകാലമാണ്. റോഡിലൂടെയുള്ള നീക്കങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ ആ സാഹചര്യത്തിൽ. കാരണം മറ്റുള്ള ഏരിയയിലെല്ലാം പിന്നെ ചെളിയാണ്. അപ്പോൾ അവിടെ ടാങ്കുകളോ അതേപോലെ ബാറ്റിൽ ഫീൽഡോ ഒന്നും ഇതിനെ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. അത്രത്തോളം ചതുപ്പായിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിൽ റഷ്യ ഇപ്പം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലുപരിയായിട്ട് ഈ പോക്രോവസ്കിൽ 11,000 ഉക്രൈനിയൻ സോൾജേഴ്സിനെ
റഷ്യ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. വളഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് വളരെ നിസ്സാരമല്ല. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലുള്ള സോൾജേഴ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് അറിയണം, ഈ ലോകം അറിയണം. അതായത് ഉദ്ദേശിക്കുന്നത് ഉക്രൈൻ മാത്രമല്ല അവിടെ ഫൈറ്റ് ചെയ്യുന്നത്, ഈ നാറ്റോ രാജ്യങ്ങളിൽപ്പെട്ട സോൾജേഴ്സ് ഉണ്ട്, യൂറോപ്പിൽപ്പെട്ട സോൾജേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ കള്ളക്കളി നടത്തുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സീസ് ഫയർ ഉണ്ടാക്കി തരാം, മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രം. ആ ടൈം ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം ലൈനിൽ സീസ് ഫയർ ആക്കി തരാം, നിങ്ങൾ വരൂ, വന്നിട്ട് നിങ്ങൾ ഈ സോൾജേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ എടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവരൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണെന്നുള്ളത്. അപ്പം ഇത് പ്രത്യേകിച്ച് അമേരിക്കയുടെ സ്റ്റഡി ഓഫ് വാർ എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഈ മാപ്പ് പബ്ലിഷ് ചെയ്യുന്നത്. അവരുടെ മാപ്പ് പ്രകാരമാണ് ഈ കാണിക്കുന്നത്. ഞാൻ വെച്ചിരിക്കുന്ന മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ പോക്രോവസ്കിലും ഈ മിർനോഹാഡിലുമുള്ള ആ ഒരു മാപ്പാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അവിടുത്തെ ബാറ്റിൽ ഫീൽഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പിങ്ക് കളറിൽ കാണുന്ന പറഞ്ഞാൽ റഷ്യയുടെ ഡബിൾ ടൈം സെക്യൂരിറ്റി ഉറപ്പിച്ച് റഷ്യ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പെയിൽ പിങ്ക് കളറിൽ കാണിക്കുന്നത്. പിന്നെ ഈ ഡോട്ടഡ് ലൈൻ, ഈ റെഡ് കളർ ഡോട്ടഡ് ലൈനിൽ നിങ്ങൾ കാണുന്നത് അവിടെയാണ് ബാറ്റിൽ നടക്കുന്നത്, ആക്ച്വൽ ബാറ്റിൽ ഫീൽഡ്. പിന്നെ പിന്നെ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ റഷ്യ ഇപ്പം നിലവിൽ അത്രയും സ്ഥലം കൂടി അവർ മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് റഷ്യയുടെ അധീനതയിൽ വരാൻ സാധ്യതയുള്ള പോസിബിലിറ്റിയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ആ മേഖലയിലാണ്, അതായത് ഈ ഡോട്ടഡ് ലൈനും ഈ യെല്ലോ ലൈൻ ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ ബാറ്റിലുകൾ നടക്കുക. ഈ അറ്റാക്കിംഗ് നടക്കുന്ന ആ ഒരു ഫീൽഡ് ഏരിയയാണ് യെല്ലോ കളർ. ഇതും കൂടി, അതായത് യെല്ലോ കളറും കൂടി റഷ്യയുടെ അധീനതയിലേക്ക് 1-2 ദിവസങ്ങൾ കൊണ്ട് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് യെല്ലോ കളറിൽ. അപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ 2 സ്ഥലങ്ങളും കൃത്യമായിട്ട് 3 സൈഡിലും കൂടി റഷ്യ വളഞ്ഞിരിക്കുകയാണ് ഉക്രൈനെ. എന്നാൽ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈനിലെ സെലൻസ്കി തന്നെ ഇതിനെ ഒരു പാർഷ്യലി അഗ്രി ചെയ്തിട്ടുണ്ട്. പാർഷ്യലി അഗ്രി മീൻസ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് വീണ്ടും ആയുധങ്ങൾ കൂടുതൽ വേണം, അത് എന്തായാലും ഈ ഒരു ഇയർ എൻഡ് വരെ ഈ യുദ്ധം മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യപ്പെടണം ഉക്രൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ 11,000 സോൾജേഴ്സിനെ രക്ഷപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനിലെ സെലൻസ്കി നിർണായക തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ഈ ഏതാണ്ട് 1 ലക്ഷം ഉക്രൈനിയൻ സോൾജേഴ്സ് ഉക്രൈൻ്റെ ഉള്ളിൽ നിന്നും എസ്കേപ്പ് ആയി പോയിട്ടുണ്ടെന്നുള്ള വാർത്തയുണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ റിസർവിൽ 20 ലക്ഷം സോൾജേഴ്സ് ഓൾറെഡി റഷ്യയുടെ റിസർവ് ബറ്റാലിയനായിട്ടുണ്ട്. അതിലുപരിയായിട്ട് പുതുതായിട്ട് 3 ലക്ഷം യുവാക്കളെ റഷ്യ ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ റിസർവ്ഡ് ബറ്റാലിയനിൽ നിന്നും 3 ലക്ഷം പേരെ ഇപ്പം ഈ വിതിൻ 1 വീക്കിൽ ഫീൽഡിലേക്ക് ഇറക്കി വിടുമെന്നാണ് പറയുന്നത്, ഗ്രൗണ്ട് ഫോഴ്സിന് വേണ്ടിയിട്ട്. ഈ 3 ലക്ഷം പേരെ ഇപ്പോൾ പുതിയതായിട്ട് പിടിച്ചടക്കിയ ഈ ഏരിയ ഉണ്ടല്ലോ, പോക്രോവസ്ക്, മിർൻഹാൻഡ്, കാർക്കീവ്, ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഗ്രൗണ്ട് ഫോഴ്സായിട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഉയരം കൂടിയ സ്ഥലത്തിലിരിക്കുന്ന ആൾക്കാർക്കാണ് ഈ മഞ്ഞുകാലത്ത് ഡോമിനേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ റഷ്യയാണ് ആ ഒരു പൊസിഷനിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ മഞ്ഞുകാലം അവസാനിക്കുന്നതിന് മുമ്പ് ഡിസംബർ എൻഡിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ വീണ്ടും റഷ്യ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെ ഒരു സാധ്യത റഷ്യയുടെ മുന്നിലുണ്ട്, ഒരു പോസിബിലിറ്റി. ആ പോസിബിലിറ്റി ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ളത് ഇപ്പോൾ റഷ്യക്കാണ്. പലരും പറയുന്ന പോലെ ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോയി കുറച്ച് സ്ഥലം പിടിക്കുക എന്നുള്ളതല്ല. റഷ്യ ഇത്രയും നാളും ഒരു ഡിഫെൻസീവ് മെക്കാനിസം അതാണ് അവർ കൊണ്ടുപോയത്. കാരണം റഷ്യയുടെ അടുത്ത് അമേരിക്ക ഒരു സൈഡിൽ സംസാരിക്കുന്നുണ്ട് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്, യൂറോപ്യൻ യൂണിയൻ ഒരു സൈഡിൽ. അപ്പം കൂടുതൽ പ്രകോപനം നടത്താതെ ഈ പിടിച്ച സ്ഥലങ്ങൾ മാത്രം മതി എന്നുള്ള നിലപാടായിരുന്നു റഷ്യക്ക്. പക്ഷേ അത് പോരാ എന്നുള്ള നിലപാടാണ് ഉക്രൈന്. അപ്പോൾ അതുകൊണ്ടാണ് ഉക്രൈൻ പറഞ്ഞിട്ടും കേൾക്കാത്ത കൊണ്ടും ഇപ്പം നിലവിൽ വീണ്ടും സാങ്ഷൻസ് ഏർപ്പെടുത്തിയത് കൊണ്ടും റഷ്യക്ക് ഒരു ഫ്രീ ഹാൻഡ് കിട്ടി. അപ്പോൾ ഒരു ഫ്രീ ഹാൻഡിൽ ഇപ്പം ചർച്ചയുടെയോ ആർക്കും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. റഷ്യ ഉദ്ദേശിക്കുന്നത് ഉക്രൈന് മുഴുവൻ അങ്ങ് പിടിച്ചെടുക്കണം എന്നുള്ളതല്ല, അതല്ല അതിൻ്റെ ഉദ്ദേശം. പിടിച്ചെടുക്കണം എന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളെല്ലാം റഷ്യ ഓൾറെഡി തന്നെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എത്രമാത്രം യുദ്ധം മുന്നോട്ട് നീങ്ങുന്നോ അതൊക്കെ റഷ്യക്ക് പ്ലസ് പോയിന്റ് ആണ്. അത് റഷ്യ ആഗ്രഹിക്കാത്ത കാര്യം കൂടിയാണ്. ഇതാണ് പൊതുവിൽ റഷ്യയുടെ സൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയതിനു ശേഷം റഷ്യയുടെ എണ്ണ വിൽപ്പന കൂടിയതായിട്ടുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഈ എണ്ണ വിൽക്കാൻ വേണ്ടിയിട്ട് റഷ്യക്കുള്ളിൽ 1000-ലധികം പുതിയ ചെറിയ കമ്പനികൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ കമ്പനികൾ ത്രൂ എണ്ണ വിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇന്ത്യക്കുള്ളിലും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്കുള്ളിലും പുതിയ കമ്പനികൾ ഇപ്പം ലോഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ചെറിയ കമ്പനികൾ, അവരെയൊക്കെ പെട്ടെന്ന് ഇപ്പോൾ കമ്പനി തുടങ്ങിയ ഉടനെ ഒന്നും നിരോധിക്കാൻ കഴിയില്ല. അവരൊക്കെ കുറച്ച് ടൈം എടുക്കും ഈ ഫീൽഡിലൊക്കെ. പക്ഷേ അതേസമയം അവരുടെ ഇമ്പോർട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റഷ്യയും ഇന്ത്യയും എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ മിഡ് ഓഷനിൽ വെച്ചിട്ട്, അതായത് കടലിൻ്റെ ഒത്ത മധ്യത്തിൽ വെച്ചിട്ട് ഇന്ത്യക്ക് എണ്ണ ട്രാൻസ്ഷിപ്മെന്റ് നടത്തി കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ പോലത്തെ പല കമ്പനികളും ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റസ് റിപ്പോർട്ടെല്ലാം തന്നെ വരും മാസങ്ങളിൽ പുറത്തു വരും. അപ്പോൾ അടുത്ത മാസം ഇതിന്റെ ഡേറ്റ, ഇന്ത്യ എത്രമാത്രം റഷ്യയുടെ എണ്ണ ഇറക്കുമതിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതൊക്കെ വരും മാസങ്ങളിൽ നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് ഡേറ്റ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ചുള്ള ഡേറ്റ ഒന്നും എവിടെയും കിട്ടാൻ പോകുന്നില്ല.
രണ്ടാമത്തെ കാര്യം, ഇന്ത്യ എത്രമാത്രം ഓയിൽ വാങ്ങിക്കുന്നു എന്നുള്ളത് ഇനി കോൺഫിഡൻഷ്യലും ആയിരിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഇത് തുടർക്കഥയായിട്ട് നടക്കുകയാണ്. ഇതിൽ ഇന്നലെ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖവാജ ആസിഫിന്റെ മുഖത്ത് കരിയോയിൽ ഒഴിച്ചത് കേസ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഖവാജ ആസിഫിന്റെ മുഖത്ത് പാകിസ്ഥാനികൾ കരിയോയിൽ ഒഴിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് തുർക്കി അവരുടെ സോൾജേഴ്സിനെ ഗാസയ്ക്കുള്ളിൽ അയക്കുന്നില്ല. അതായത് ഈ ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിന് വേണ്ടിയിട്ട്, ISF എന്ന് പറഞ്ഞ ഫോഴ്സിന് വേണ്ടിയിട്ട് അവർ അയക്കുന്നില്ല. അവർ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ അതേസമയം ജർമ്മനി ത്രൂ അവർ പ്രഷർ ഇടുന്നുണ്ട് വെച്ചാൽ ഗാസയ്ക്കുള്ളിൽ എയ്ഡ് സംവിധാനം ഉറപ്പുവരുത്തണം. തുർക്കിയുടെ എയ്ഡുകളൊന്നും ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ കൊടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള റിക്വസ്റ്റ് ഒക്കെ ഇന്നലെ തായ്യബ് എർദോഗനും മേഴ്സ് ഫ്രെഡറിക്കും തമ്മിൽ നടത്തിയ ഇസ്താൻബുളിൽ നടത്തിയ ആ ഒരു മീറ്റിംഗിൽ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ജർമ്മനി അതിന് വേണ്ടിയിട്ടുള്ള മീഡിയേഷൻ ഇസ്രായേലുമായിട്ട് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തുർക്കി ജർമ്മനിക്ക് കൊടുത്ത് ജർമ്മനി ആ ഒരു എയ്ഡുകൾ ഗാസയ്ക്കുള്ളിൽ കൊടുക്കട്ടെ എന്നുള്ള നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ട്രംപ് ഇന്ത്യക്കെതിരെ നിൽക്കുകയാണല്ലോ. ഇന്ത്യക്കെതിരെ മീൻസ് ഈ ഒരു താരിഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബന്ധം അത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് കൊടുത്ത പ്രോമിസ് അവർക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രോമിസിൽ ഉറച്ചു നിൽക്കണം. അപ്പം അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല. ഹമാസ് TLPയെ വെച്ചിട്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഏത് തരത്തിലുള്ള കലാപം ഉണ്ടായാലും കുഴപ്പമില്ല. ഞങ്ങൾ ഗാസയ്ക്കുള്ളിൽ ഈ ISF എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് പാകിസ്ഥാനിലുള്ള ആൾക്കാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകോപനത്തിന്റെ പേരിൽ, അതായത് ഹമാസിനെതിരെ, അപ്പൊ ഈ പുള്ളിക്കാരൻ എടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ഹമാസിനെതിരെ അല്ല പോകുന്നത്, ഹമാസിനെ ഡിസാം ചെയ്യാനുള്ള റിക്വസ്റ്റാണ് ഞങ്ങൾ വെക്കുന്നത്. എങ്ങനെയുണ്ട്? അതായത് ഹമാസിനോടൊപ്പം നിൽക്കേണ്ട ഫണ്ടമെന്റലിസമാണ് പാകിസ്ഥാൻ്റെത്. അപ്പൊ അങ്ങനെ ജനങ്ങളെ ആദ്യം മുതലേ ഇത് പഠിപ്പിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് ഗവൺമെന്റിന് ഒരു വെളിപാട് വന്ന് പെട്ടെന്ന് ഗവൺമെന്റ് അമേരിക്കയോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഗാസയിലെ പാലസ്തീനികളെ സംരക്ഷിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഹമാസ് സംഘടനയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു പൊസിഷൻ എടുത്തിരിക്കുകയാണ്. ആ പൊസിഷൻ എടുത്തത് കൊണ്ടാണ് ഈ കരിയോയിൽ എടുത്ത് ഒഴിച്ചത് പാകിസ്ഥാനിലെ ഈ ഖവാജ ആസിഫിന്റെ മുഖത്ത്. പൊതുജനങ്ങൾ ഇത് ചെയ്യും. പൊതുജനങ്ങൾ ഇത് ചെയ്യാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം പാകിസ്ഥാന്റെ മാത്രം പ്രശ്നമാണിത്. ആ ഡബിൾ സ്റ്റാൻഡിലാണ് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖവാജ ആസിഫ് ഈ രീതിയിലുള്ള അപമാനങ്ങൾക്ക് ഇരയാവേണ്ടി വരുന്നത്. എന്നാലും പാകിസ്ഥാന്റെ നിലപാട് ഹമാസിനെതിരെയും അതേപോലെ ഇസ്രായേലിനൊപ്പവും അമേരിക്കയോടൊപ്പം നിന്നുകൊണ്ട് ഗാസയിലേക്ക് പാകിസ്ഥാൻ സോൾജേഴ്സിനെ അയക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ തീരുമാനം. അപ്പോൾ എന്തായാലും പണി നന്നായിട്ട് ഇനി കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 6 പാകിസ്ഥാനി സോൾജേഴ്സ് ഇന്നലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 16ഓളം പാക് സോൾജേഴ്സിന് ഗുരുതരമായ പരിക്ക്. ഇതാണ് നിലവിലുള്ളൊരവസ്ഥ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.